പുലിപ്പള്ളി കേസിൽ പുലിവാലി പിടിച്ചു സർക്കാർ എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒന്ന്, നിയമം സാങ്കേതികമായി ജയിക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കേസാണ് വേടൻ്റെ കേസെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്പർ 2, നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ ആഴത്തിൽ വേരോടിയ സവർണതയുടെ പ്രതിഫലനമാണ് വേടനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ തെളിയുന്നത് എന്നതുമാണ് എൻ്റെ പക്ഷം. ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ഞാൻ. രണ്ടും എന്താണെന്ന് വളരെ പെട്ടെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ആദ്യം, സാങ്കേതികമായി നിയമം ജയിച്ചു, ശരിയാണ്. NDPS ആക്ട് പ്രകാരം 1 ഗ്രാമിൽ താഴെ മാത്രം, അല്ലെങ്കിൽ 1 കിലോഗ്രാമിൽ താഴെ മാത്രം കഞ്ചാവ് കൈവശം വെച്ചാൽ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഇപ്പോൾ വെറും 6 ഗ്രാം 9 പേർ ചേർന്ന് ഒരു മുറിയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യത്തിൽ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ്. നിയമത്തിന്റെ വഴിക്ക് പോയി. മറ്റൊന്ന്, പുലിപ്പല്ലാണ് എന്ന് ഇപ്പോഴും വനം വകുപ്പ് സംശയിക്കുന്ന, അങ്ങനെ തന്നെ പറയേണ്ടി വരും, കാരണം ശാസ്ത്രീയ പരിശോധന ഇനിയും നടത്തിയിട്ടില്ല പൂർണ്ണമായും. ഒരു കേസിൽ ഒരു വന്യജീവിയുടെ ശരീരഭാഗം അയാളുടെ മാലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അയാൾ ഒരു കുറ്റവാളിയാണെന്ന് സമർത്ഥിക്കുകയാണ് വനം വകുപ്പ്. നിയമം സാങ്കേതികമായി കോടതിയിൽ പറയുമ്പോൾ ശരിയാണ്, എനിക്ക് നിയമം അറിയില്ല, ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് തനിക്കറിയില്ല എന്ന വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. പക്ഷേ നീതി അവിടെ നിഷേധിക്കപ്പെട്ടു എന്നത് പകൽ പോലെ സ്പഷ്ടമാണ്. ഈ വേടന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. നോക്കൂ, കാട് കട്ടവർ ചുറ്റും നിൽക്കുമ്പോൾ ചോറ് കട്ടവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു കേസായി ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. 2011 നവംബർ മാസത്തിലാണ് എറണാകുളത്ത് തേവരയിൽ മോഹൻലാലിന്റെ വീട്ടിൽ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തുന്നത് വനം വകുപ്പല്ല, ആദായ നികുതി വകുപ്പാണ്. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഈ 4 കൊമ്പുകൾ പിന്നീട് വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് വന്ന് പരിശോധിക്കുമ്പോൾ അതിൽ പല കൊമ്പിനും വേണ്ടത്ര തെളിവുകളോ രേഖയോ ഇല്ല എന്നും മനസ്സിലാക്കുന്നു. ഇന്ന് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയതുപോലെ മോഹൻലാലിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ സമയം കൊടുക്കാതെ, ഇപ്പോൾ എങ്ങനെയാണോ വേടന് സമയം കൊടുക്കാത്തത് അതുപോലെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത്? ചോദ്യം നമ്പർ 1. കിട്ടിയല്ലേ? ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വാദിച്ചത്? ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് മോഹൻലാലിന് ലഭിച്ചത്? എവിടെ നിന്നൊക്കെയാണ് പിന്തുണ കിട്ടിയത്? ഒടുവിൽ സർക്കാർ കോടതിയിൽ എന്താ സമർപ്പിച്ച ഹർജി? കോടതിയിൽ സർക്കാർ കൊടുത്ത അപേക്ഷ ഈ കേസിൽ നാട്ടാനയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഈ കേസ് ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കൊടുത്ത അപേക്ഷയാണ് കോടതി റദ്ദാക്കിയത്. വലിയ തിരിച്ചടിയായിരുന്നു ആ സമയത്ത്. മോഹൻലാൽ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. പിന്നീട് അതിനൊരു സ്റ്റേ വന്നു. അപ്പോൾ മോഹൻലാലിന്റെ വിഷയത്തിൽ വനം വകുപ്പ് എടുത്ത നടപടിയും വേടന്റെ കാര്യത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടെത്തിയപ്പോൾ എടുത്ത നടപടിയും രണ്ടാണ്. കാട് കട്ടവന്മാരുള്ള നാട്ടിൽ ഈ ചോറ് കട്ടവൻ മരിക്കും എന്ന് വേടൻ തന്നെ പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തത്, അട്ടപ്പാടി മധുവിന്റെ കാര്യത്തിൽ, അട്ടപ്പാടി മധുവിനെ തല്ലിക്കൊന്നവരുടെ കാര്യത്തിൽ എത്ര പേരെ ശിക്ഷിച്ചു? എത്ര പേരെ വെറുതെ വിട്ടു? എങ്ങനെയാണ് കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അത് തെളിയിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയത്? എവിടെയാണ് വീഴ്ച പറ്റിയത്? ഏതു ബോധമാണത്? ഒരു സാധാരണ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് കണ്ടാൽ അത് മോഷ്ടിക്കപ്പെട്ട സാധനമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ തീർപ്പിലെത്തുക? അതാണ് നമ്മളിനുള്ളിൽ ആഴ്ന്നു ചേർന്നിരിക്കുന്ന സവർണബോധത്തിന്റെ കാര്യം. ഇനി ഞാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ രണ്ടാമത്തൊരു കാര്യമുണ്ട്. ഇത് മോഹൻലാലിന്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കനിവെന്ന് പറയുന്ന പ്രതിഭ MLA മകൻ, ആ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ് 9 പേരെ കഴിഞ്ഞ ഡിസംബർ മാസം 28-ാം തീയതി ഒരു തകഴിയിൽ ഉള്ള ഒരു കായംകുളത്തുള്ള ഒരു കൾവേട്ടിനടിയിൽ, ഒരു കലിങ്ങിനടിയിൽ വെച്ച് പിടികൂടുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു. എന്താണ് ഒടുവിൽ അന്ന് 9ാമത്തെ പ്രതിയായ കനിവ് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്നാണ്. എന്താ വീഴ്ച? ഇവരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇവരുടെ രക്തമോ ഇവരുടെ യൂറിനോ ഇവരുടെ ശരീരഭാഗങ്ങളോ ശേഖരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല എന്നാണ്. പ്രതിഭയുടെ മകൻ കനിവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? ആ 9 പേരിൽ 2 പേരുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 9 പേർ തന്നെയാണ് സാർ ഇവിടെ വേടന്റെ കാര്യത്തിലും ഒരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടപ്പെട്ടത്. ഇവരിൽ എത്ര പേരുടെ ഉച്ഛ്വാസവായുവിൽ ഈ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞതായിട്ട് നമുക്കറിയാമോ?
ഇവിടെയും ശാസ്ത്രീയ പരിശോധന നടന്നു. ഒരു ഭാഗത്ത് നിങ്ങളുടെ അമ്മ MLA ആണെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉച്ഛ്വാസവായുവിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടും. ഇനിയുമുണ്ട് സാർ ഒരു കേസ്. ആ കേസാണ് നമ്മൾ പറഞ്ഞത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ലോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പുലിപ്പല്ലാണോന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ ഈ കേസിൽ വനംവകുപ്പിനൊരു സംശയം തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ വനംവകുപ്പല്ലല്ലോ ആദ്യം ഈ പുലിപ്പല്ല് കണ്ടെത്തുന്നത്. പുലിപ്പല്ല് കണ്ടെത്തുന്നത് എക്സൈസ് വകുപ്പല്ലേ? എക്സൈസ് വകുപ്പ് കണ്ടെത്തി വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നില്ലേ? വനംവകുപ്പ് വന്ന് ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തി അതിന് ശാസ്ത്രീയ പരിശോധന നടത്തി നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ടതിനു പകരം ഈ കേസിൽ പരസ്യമായി നമ്മുടെ മുന്നിൽ എത്ര സെലിബ്രിറ്റീസാണ് ഈ പുലിപ്പല്ലുമായി, പുലി നഖങ്ങളുമായി, സ്വർണവും വെള്ളിയും കിട്ടിയ ലോക്കറ്റുകളുമായി കറങ്ങി നടക്കുന്നത്. മുകേഷ് നായർ എന്ന് പറയുന്ന ഒരു വ്ളോഗറെ കുറിച്ച് ഞാൻ വായിക്കുകയായിരുന്നു. അയാളിപ്പോൾ പോക്സോ കേസിൽ അയാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ ഇതേപോലെ പുലിനഖത്തിൻ്റെ പേരിൽ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു നോട്ടീസ്, ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധരിച്ചിരിക്കുന്നത് സ്വർണ്ണ ലോക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലോ പുലിനഖമോ ആണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ആർക്കും സംശയമില്ലല്ലോ. അതായത് നിങ്ങളുടെ മുന്നിൽ വേഷ്ടിയിട്ട് ഇതേപോലെ സ്വർണം കിട്ടിയ ഒരു പുലിപ്പല്ലോ പുലിനഖവുമായി ഒരാൾ ആഠ്യത്വത്തോടു കൂടി നടന്നാൽ, അയാൾ ഉന്നത കുലജാതനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അയാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് നമ്മൾ സ്വയം ധരിക്കുന്നതിൻ്റെ പേരാണ് വർണ്ണബോധം എന്ന് പറയുന്നത്. അതാണ് നമ്മളിലുള്ള സവർണബോധം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. ഞാനൊന്നും വിചാരിക്കുകയാണ്, ഈ വേടൻ്റെ അമ്മ ഒരു MLA ആയിരുന്നെങ്കിൽ ആ MLAക്ക് ഇതേപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കലഹിക്കാനും തൻ്റെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി പൊതുവേദിയിൽ പ്രതിഷേധിക്കാനും അതിനെ പിന്തുണച്ചുകൊണ്ടൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഇന്ന് പ്രതിപട്ടികയിൽ നിന്ന് പുറത്താകുമായിരുന്നു. ഈ വേടൻ ഒരു ഉന്നത കുലജാതനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരുന്നുവെങ്കിൽ അയാൾ ധരിച്ചിരുന്ന ഈ പുലിപ്പല്ല് എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായ തൊണ്ടി മുതലാകില്ലായിരുന്നു. ആരും വേടൻ കുറ്റം ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഈ വേടൻ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു നായകനായി മാറുകയും നായകനായി മാറിയ ഈ വേടനെ പിന്തുണയ്ക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മന്ത്രിമാരായും സഹനടന്മാരുമായും വേഷം കെട്ടിയാടുന്ന നിരവധി മനുഷ്യർ സഹായിക്കാൻ വേണ്ടത്ര തെളിവുകൾ മാറ്റിക്കൊടുക്കാൻ പിന്നിൽ അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായി ആർക്കും സംശയമുണ്ടാവില്ല. വേടനെതിരായ കേസ് ഈ സർക്കാർ തന്നെ പിൻവലിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഒരു കാര്യം കൂടിയുണ്ട്. വേടന്റെ അമ്മ ശ്രീലങ്കൻ തമിഴാണ്. തമിഴ് ഈളം നോക്കൂ. പുലികളിലേക്ക് പോകാൻ വംശീയതയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എക്സൈസ് ആദ്യം എടുക്കുന്ന കേസ് കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസ്. 6 ഗ്രാം കഞ്ചാവ്, 9 പേർ, മൊത്തം വീതിച്ചെടുത്താൽ 1 ഗ്രാമിൽ താഴെ, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റം. അത് കഴിഞ്ഞപ്പോഴും ജാമ്യം കിട്ടുമല്ലോ, ജാമ്യം കിട്ടാതെ കൊടുക്കണമല്ലോ. നോക്കിയപ്പോൾ ആ ഫ്ളാറ്റിന്റെ മൂലയ്ക്ക് ഒരു മഴുവിരിക്കുന്നു. ആ മഴുവിരിപ്പുണ്ടെങ്കിൽ അത് ആംസ് ആക്ട് പ്രകാരം അത് ജാമ്യം കൊടുക്കാത്ത കുറ്റമാക്കി എടുത്തൂടെ എന്ന് പോലീസിന് സംശയമുണ്ടാവുന്നു. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ മുഖ്യധാരയിലുള്ള മനുഷ്യരുടെ വീടുകളിലേക്ക് പോയി അവിടെ വാക്കത്തിരിപ്പോണ്ടൊന്നും പിച്ചാത്തിരിപ്പോണ്ടൊന്നും നോക്കിയില്ലല്ലോ. വേടന്റെ കാര്യത്തിൽ മാത്രം ആംസ് ആക്ട് പ്രയോഗിക്കാനുള്ള തിടുക്കം എന്താണ് കാണിച്ചത്? ഒടുവിൽ അത് ആമസോണിൽ നിന്ന് വരുത്തിയതാണെന്നും അതൊരു ഷോ പീസാണെന്നും ബോധ്യമായി പരിഹാസ്യമാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ആംസ് ആക്ട് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീടാണ് പിടിക്കുന്നത്. എന്നാൽ പിന്നെ ജാമ്യം കൊടുക്കാതെ ഒരു ദിവസമെങ്കിലും അകത്തിടാനുള്ള ഒരു സ്കോപ്പ് അതിനകത്തുണ്ട്. എന്താണ്? മാലയിൽ കോർത്തിരിക്കുന്ന പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്നുള്ളത്. അവിടെയാണ് പിന്നീട് കേസ് പിടിക്കുന്നത്. ഇതാണ് സാങ്കേതികമായി നിയമം ജയിക്കുകയും എന്നാൽ നീതി തോറ്റുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇതൊന്നൊരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് ആഴത്തിൽ വേരൂടിയ നമ്മുടെ സവർണബോധം ഇതിൽ പ്രതിഫലനമായി വരുന്നത്? വേടന്റെ തന്നെ വാക്കുകളുണ്ടല്ലോ, മുതുകുകൂനി തലകൾ താണും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല എന്നാണ് പറയുന്നത്.